Okay. The following is the balance sheet of yellow and green. Trade payable 20,000. Yellow capital, green capital 20 and 25. Then asset, sundry assets. Okay, നമുക്ക് asset side 65,000. Then liability capital വരുന്നത് 65,000. Clear ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. നോക്കിക്കോളൂ. Partners shares profit and losses in the ratio of 3:2. എന്താണ് ഓൾഡ് റേഷ്യോ. On the above date, Black was admitted as a partner on the condition that he would pay 20,000 as capital. പുതിയൊരാൾ വരണം, പക്ഷെ അയാൾ 20,000 എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ. ഐ മീൻ കണ്ടീഷൻ 20,000 as capital. Goodwill was to be valued at 3 years purchase of the average of 4 years profit. ഓക്കെ, 3 years പർച്ചേസ് ആണ്, ആവറേജ് ഓഫ് 4 years ആണ് അല്ലെ. 4 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് കാണേണ്ടത്? ഗുഡ് വിൽ കാണേണ്ടത്. ഓക്കെ, ദെൻ വി ആർ ഓൾസോ അവൈൽഡ് വിത്ത് എന്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെ. മൂന്നാള് തമ്മിലുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാ? 6:5:5 ആണ് അല്ലെ. സോ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് സാക്രിഫൈസിംഗ് റേഷ്യോ. ശരി. Give entries and a balance sheet if goodwill is adjusted through partners capital account. Goodwill adjust ചെയ്യുന്നത് എങ്ങനെയാണ്? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയാണ്. വിച്ച് മീൻസ് പ്രീമിയം കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ക്യാപിറ്റലിൽ നിന്ന് എടുത്തു കൊടുക്കും. ഓക്കെ, ശരി. സോ നമുക്ക് അതിന്റെ ജേണൽ എൻട്രിയിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ജേണൽ എൻട്രി അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്ലാക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? 20,000 വന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എന്താണ് അവസ്ഥ? ബാങ്ക് 20,000, ക്യാപിറ്റൽ 20,000. ഇങ്ങനെ വന്നിട്ടുണ്ടാവൂലേ? വന്നിട്ടുണ്ടാവും. റെഡി. ഇയാള് പ്രീമിയം കൊണ്ടുവരേണ്ടതാണ് അല്ലെ, ശരിയല്ലേ? വാല്യൂ ഓഫ് ഗുഡ്വിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്രീമിയം കൊണ്ടുവരേണ്ടതാണ്. പ്രീമിയം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇതിൽ നിന്ന് എടുക്കും? ക്യാപിറ്റലിനകത്ത് എടുക്കും. അപ്പൊ നമ്മളോട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എടുക്കാൻ പോവാണ്. ലെറ്റ് സി വർക്കിംഗ് നോട്ട്. നമുക്ക് അതിന്റെ വർക്കിംഗ് നോട്ട് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസിങ് വരുന്നത്. ഇപ്പൊ രണ്ടാളുടെയും സാക്രിഫൈസിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരാളില് 18 ആണ്, ഒരാളത് 7 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഗുഡ്വിൽ കണ്ടുപിടിക്കുകയാണ്. ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡില് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ അല്ലെ, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയർ. അപ്പൊ എത്ര കിട്ടി? 12,000 കിട്ടി. ഗുഡ്വിൽ എത്രയാ? ഗുഡ്വിൽ വരുന്നത് 12,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 36,000 വന്നു. ബ്ലാക്ക് ഷെയർ വരുന്നത് 36,000 ഇൻറ്റു 5/16 ആണ്. അത് ഓക്കെ, 5/16 ആണ്. എമൗണ്ട് വരുന്നത് 11,250. ഓക്കെ, എത്ര കൊണ്ടുവരണം? 11,250. ആര് കൊണ്ടുവരണം? ബ്ലാക്ക് കൊണ്ടുവരണം അല്ലെ, ബ്ലാക്ക് കൊണ്ടുവരണം. അപ്പൊ ബ്ലാക്ക് കൊണ്ടുവരുമ്പോ അതാർക്കൊക്കെ ഉള്ളതാ? യെലോനും ഗ്രീനുള്ള. ഏത് റേഷ്യോയിൽ അവർ വീതിക്കുക? 18:7 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അവർ വീതിക്കുക. സോ ലെറ്റ്സ് ചെക്ക്. ഓക്കെ, സോ ജേണൽ എൻട്രി വന്നു. ദെൻ ബ്ലാക്കിന്റെ ക്യാപിറ്റൽ നോ ഡൗട്ട് 11,250 കുറയണം. ക്യാപിറ്റൽ കുറയണേ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ഈ യെലോന്റെ ക്യാപിറ്റലിലേക്ക് വരുന്ന എമൗണ്ട് എത്രയായിരിക്കും? 11,250 ഇൻറ്റു 18 ബൈ ടോട്ടൽ അല്ലെ, 18ഉം 7ഉം 25 അല്ലെ. ക്ലിയർ? വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 8,100 കിട്ടും. ഗ്രീനിന്റെ കാണണമെങ്കിലോ 11,250 ഇൻറ്റു 7/25 എത്ര കിട്ടും? 3,150. അപ്പൊ രണ്ടാക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അത് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഇത് നോക്കിയാ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവരുടെ ക്യാപിറ്റൽ എത്ര കൂടണം? എത്ര കണ്ട് കൂടണം? ഇവരുടെ ക്യാപിറ്റൽ എത്ര കുറയണം? എത്ര കുറയണം? ശരി, അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് വ്യൂ നോക്കാം. സോ ബാലൻസ് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ
ബ്ലാക്കിന് അത്രയും ക്യാപിറ്റൽ കാണുന്നുണ്ടോ നിങ്ങള്? 20,000 കൊണ്ടുവന്നിട്ടില്ലേ? 20,000 കൊണ്ടുവന്നിട്ടില്ലേ? 20,000-ത്തിൽ 20 മൈനസ് 11,250 എത്രയാണോ വരുന്നത് അതായിരിക്കും ഇത്. അതിന്റെ കൂടെ ഇവർക്ക് വീതിച്ച് കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? പഴയ ക്യാപിറ്റലിനോട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവിടെയും മാറ്റം വരണ്ടേ? ഇവിടെ എന്ത് മാറ്റം വരിക? ക്യാഷ് അറ്റ് ബാങ്കിൽ എന്തും മാറ്റം വന്നിട്ടുണ്ടാവും. +20 വന്നിട്ടുണ്ടാവും. ഇല്ലേ? വരണ്ടേ അങ്ങനെ? നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു നോക്കാം. ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തു നോക്കാം. 10,000 അല്ലേ ഉള്ളത്? അപ്പം ഇയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ആ ക്യാപിറ്റലിന് പിന്നെ 20,000-ത്തിൽ നിന്ന് 11,250 എടുത്ത് എക്കും ബിക്കും കൊടുത്താലൊക്കെ തന്നെ ബിസിനസ്സിലെ ഫണ്ട് അവിടെ ഉണ്ട്. യെസ്, 20,000 വന്നു. അത് ഇവരുടെ ക്യാപിറ്റൽ ഇവർ പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ +20 വരണം. അപ്പം 10,000 ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് കൊണ്ടുവന്ന 20,000 കൂടെ ഉണ്ട്. ആ 20,000 കൂടി ബാക്കിയൊക്കെ അങ്ങനെ. ക്ലിയർ? ഓക്കെ ആണോ?